C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. താനെന്താ ഈ കത്തുന്ന കണ്ണുകളോടുകൂടി എന്നെ നോക്കുന്നത്? എന്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ പോവാണ്. എന്റെ പട്ടടയ്ക്ക് തീ കൊടുത്തിട്ട് പ്രസാദേട്ടൻ അടങ്ങും. എന്നെ ഏത് വിധത്തിലായാലും തകർത്ത് തരിപ്പണമാക്കുന്നതിന്റെ സന്തോഷം പ്രസാദേട്ടന്റെ ഈ മുഖത്ത് കാണാം. എടോ, താൻ എന്താ ഈ പറയുന്നത്? തന്നെ ഞാൻ തകർത്ത് കളഞ്ഞ പിന്നെ എനിക്കാരാ ഉള്ളത്? പ്രസാദേട്ടന് അനവധി പേരുണ്ടല്ലോ, വീണുപോയാ ശുശ്രൂഷിക്കാനും സേവിക്കാനും. പെങ്ങള്, അളിയൻ, പിന്നെ ആ അനാഥ പെണ്ണ്. എടോ, അവരോടൊക്കെ ഞാൻ സ്നേഹത്തോടെ പെരുമാറുന്നതിന്റെ വൈരാഗ്യമാണ് തനിക്ക്. അതെന്തോ ആയിക്കോട്ടെ, എങ്ങനെ പോയാലും എനിക്ക് ഒരു വിരോധവും ഇല്ല. എനിക്ക് പറയാനുള്ളതേ അതല്ല. തനിക്ക് പിന്നെ ഏത് നട്ടപ്പാതിരക്കാണെങ്കിലും തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും ഒരു വിഷയം ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്താണ് വിഷയം? ആ പെണ്ണ് പ്രസാദേട്ടന്റെ അനന്തരവളായിട്ട് ഇവിടെ കയറി കൂടിയ ആ തെരുവിന്റെ സന്തതി ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനമ്മമാരുടെ കൂടെ ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചു. ക്ഷമിക്കില്ല. ഓഹോ, അപ്പൊ അതാണോ? പ്രസാദേട്ടന് അതൊരു ചെറിയ കാര്യമായിരിക്കും, പക്ഷേ എനിക്കതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അവളോടൊപ്പം അവനെ വിടാൻ ഞാൻ സമ്മതിക്കില്ല. എടോ, അവര് ഭാര്യ ഭർത്താക്കന്മാര് കൂടി ആലോചിച്ചെടുത്തൊരു തീരുമാനമാണെങ്കിൽ പിന്നെ അതിനെ എതിർത്തിട്ട് വല്ല കാര്യമുണ്ട്? ഭാര്യ ഭർത്താക്കന്മാരോ? ഒരു തെണ്ടി പെണ്ണ് എന്റെ മകന്റെ ഭാര്യയാവാൻ ഞാൻ സമ്മതിക്കില്ല. അത് ശരി. ഇപ്പോഴും തുളസി ആദിയുടെ ഭാര്യ അല്ല എന്നും പറഞ്ഞിട്ടാണ് താൻ നടക്കുന്നത്. ഇവിടെ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് നാളെ എത്രയായി? എത്ര നാളായാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. അവളെ ഞാൻ അംഗീകരിക്കില്ല. താനിത് പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. വെറുതെ എനർജി കളയാന്നല്ലാതെ ഈ വാക്കുകൾ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ട്. എന്റെ ജീവന്റെ ജീവനാ ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ പൊന്നുമോൻ ആദിത്യൻ. നീ വന്നിട്ട് ഒത്തിരി നേരമായോ? അരമണിക്കൂറിലധികമായി. നീ ഇത്രയും നേരം എന്നെ ഇവിടെ പോസ്റ്റ് ആകുമെന്ന് ഞാൻ കരുതിയില്ല. സോറി ഡേ. അതൊക്കെ പോട്ടെ, നിനക്ക് സന്തോഷമാണോ എന്ന് അറിഞ്ഞാ മതി. തിരിച്ചു കിട്ടിയ അച്ഛനും അമ്മയൊക്കെ എന്ത് പറയുന്നു? നിന്റെ അമ്മായിയമ്മയുടെ നാവടങ്ങിയോ? അവരുടെ നാവടങ്ങണമെങ്കിൽ അവര് മരിക്കണം. എനിക്ക് തോന്നുന്നതേ അവരുറങ്ങുന്ന സമയത്തും മറ്റുള്ളവർക്ക് ശല്യായിരിക്കുന്ന. നിന്റെ അച്ഛന്റെ അമ്മയുടെ നേരെ അവരെന്തെങ്കിലും ഉപദ്രവത്തിന് ചെന്നോ? അത് പിന്നെ ഉണ്ടാവുമല്ലോ. അതിപ്പോ ദുർഗാമ്മയുടെ ക്യാരക്ടറിൽ പെട്ടതായത് കാരണം ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞതേ വേറൊരു കാര്യം സംസാരിക്കാനാ. എന്താ തുളസി? എന്റെ അച്ഛനമ്മമാരായിട്ട് വന്നിരിക്കുന്നവരുടെ കാര്യത്തിൽ എനിക്ക് പല സംശയങ്ങളും ഉണ്ട്. സംശയമോ? എന്ത് സംശയം? അവരുടെ ആ വരവില് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. വന്നു കയറിയ അന്നു മുതൽ ഞാൻ അവരെ ശ്രദ്ധിക്കാം. അവരുടെ ആ വരവിന് പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ട്. ആരൊക്കെയോ കളിക്കുന്നുണ്ട്. നിനക്ക് പണ്ട് മുതലേ ഉള്ളതാ ഏത് കാര്യത്തിനും ഇത്തരം സംശയങ്ങള്. രക്ഷകർത്താക്കളായി വന്ന് നിന്നെ സ്നേഹിക്കേണ്ട കാര്യം അവർക്കെന്താ? നിന്നെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യം നിന്റെ വീട്ടുകാർക്ക് എന്തിനാ? അതല്ലടി, ഈ കാര്യത്തിൽ തുടക്കം മുതലേ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അത് മിസ്റ്റേക്ക് തന്നെയാ. എനിക്ക് നീ പറഞ്ഞതൊന്നും അങ്ങനെ മനസ്സിലാവുന്നില്ല. എനിക്ക് മുഴുവനായി ഒന്നും അങ്ങനെ മനസ്സിലായിട്ടില്ല. ഞാനും ഒരു അന്വേഷണത്തില. ഇക്കാര്യങ്ങളിലൊക്കെ എവിടേക്കോ എനിക്കൊരു ഡ്രാമ കാണുന്ന ഫീലിംഗ്. ചില കാര്യങ്ങളൊന്നും ഒട്ടും നാച്ചുറൽ അല്ല. മുഴുവനും അറിയട്ടെ, എന്നിട്ട് ഞാൻ വിശദീകരിച്ച് നിന്നോട് പറയാം. എന്തായാലും ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയോ ചതിയോ ഉണ്ട്.
അതെന്തായാലും ഞാൻ കണ്ടെത്തിയിരിക്കും. പോയിട്ട് വരാം. ശരി. നീ ഇറങ്ങി ഫ്രണ്ട് വാ. അങ്ങോട്ട്. എന്നെ മറഞ്ഞു നിക്ക്. അവര് കാണണ്ട. അവർക്കെന്തോ പൈസ എടുക്കാനാന്ന് തോന്നുന്നു. ചേട്ടാ പോവാം. ഭയങ്കര ആ പൈസ ഞാൻ ഇതൊക്കെ വലിയ റിസ്ക് ഉള്ള കേസാണ്. ഓണത്തിനിടയ്ക്ക് പുട്ട് വെച്ചോടെന്ന് പറയുന്ന പോലെ. അവൾക്കിപ്പോ എന്തിനാ പൈസയുടെ ആവശ്യം? എന്താ നിങ്ങൾക്കറിയത്തില്ലേ? ഇതിപ്പോ പറച്ചില് കേട്ടാ തോന്നുമല്ലോ അവൾ എന്റെ മാത്രം മോളാണെന്ന്. മിണ്ടാതെ അവിടെങ്ങാനും ഇരുന്നോണം. മൊത്തം പുലിവാലുണ്ടാക്കി വെച്ചത് നിങ്ങളാ. മറക്കണ്ട, മിണ്ടാതിരുന്നോണം. അങ്ങനെ ഒരാളായിരുന്നെങ്കിൽ സ്വന്തം മകളായിട്ട് ഒരമ്മ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യില്ല. കണ്ടവരെയൊക്കെ കേറി അച്ചാന്നും അമ്മാന്നും വിളിക്കേണ്ട ഗതികേട് ആ മകൾക്ക് വരില്ലായിരുന്നു. കാര്യങ്ങള് ആരുടെ മുമ്പിൽ തുറന്ന് പറയാത്തവര് ആത്മാർത്ഥത ഇല്ലാത്തവരാച്ചാ. ഞാൻ തെറ്റല്ല പറഞ്ഞെന്ന് എനിക്ക് ഉത്തമ വിശ്വാസം ഉള്ളിടത്തോളം കാലം ഞാൻ അച്ഛനോട് മാപ്പ് ചോദിക്കില്ല. അച്ഛനെന്റെ കവളത്ത് തന്ന ഒരു ഉമ്മ മതി. എനിക്ക് അച്ഛനെ എന്നു ഓർക്കാം. കുറച്ചു നേരം ആയിട്ടുള്ളൂ. മോളെ, അവൻ എന്തെടുക്കയാ? അവൻ സ്കൂളിൽ പോയിരിക്കുമല്ലേ? ഓ, ഇന്ന് സ്കൂളുള്ള ദിവസമാണല്ലോ, ഞാനത് മറന്നുപോയി. ആ, കൊച്ചിനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക്. മോള് ഓട്ടോ കയറ്, നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോയി കയറാം. വേണ്ട അച്ഛാ, ഞാൻ കാപ്പി കുടിച്ചിട്ടാ പോന്നത്. എനിക്കിപ്പം വിശപ്പൊന്നുമില്ല. അതുമല്ല, അവ സ്കൂളിൽ നിന്ന് വരുന്നുമ്പോ എനിക്ക് അവിടെ എത്തണ്ടേ. എന്നാ പിന്നെ അതങ്ങ് കൊടുത്തു വിടാം. ആ, എങ്കിൽ ആ പൈസ ഇങ്ങെടുക്ക. ആ, ഇതാ മോളെ, ഇതില് 3000 രൂപയുള്ളൂ. ആ സൂണൻ ചേട്ടന്റെ കാശ് കൊടുക്കണം. ബാക്കിയുള്ള കാശ് കൊണ്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യും. മോനെ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്, ഞങ്ങൾ വരുമ്പോ കാണാം. ആ പെൺകുട്ടി അവരുടെ മകളാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ പൊക്കോട്ടെ മോളെ. ആ, ഇവിടെ നിൽക്കണ്ട, കുറച്ച് അങ്ങോട്ട് മാറുന്ന ബസ് കിട്ടും. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ അച്ഛാ. സൂക്ഷിച്ചു പോണേ മോളെ. ശരി അമ്മേ. ആ ശരി. ശരി.
ദിവ്യയുടെ വീട് എവിടെയാ? കുറച്ച് അകലെയാ, ചെമ്പഴന്തി. ഒരു പിശക് പറ്റിപ്പോയി. അതിന്റെ ചമ്മല് മാറാൻ നമുക്കൊന്ന് പരിചയപ്പെടാന്ന് കരുതി. അല്ലേ ഇന്ദു? അതെ അതെ. ഇപ്പോ ദിവ്യയുടെ വർത്താനം പറഞ്ഞിട്ട് പോയത് ആരൊക്കെയാ? അതെന്റെ അച്ഛനും അമ്മയാ. അച്ഛന് ജോലി എന്താ? അച്ഛനിപ്പോ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. നേരത്തെ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്. ഓഹോ, നൈസ്. അച്ഛന്റെ അമ്മയുടെ പേര്? അച്ഛന്റെ പേര് സുരേന്ദ്രൻ, അമ്മയുടെ പേര് രാധമ്മ. പോട്ടെ മോളെ, ഇവളൊരു വിവരം കെട്ടവള്, എരണം കെട്ടവളുവാ. പോട്ടെ. പ്രായമൊന്നും ഞാൻ നോക്കില്ല, എല്ലാ കണക്കും കൂടി ഒരുമിച്ച് അങ്ങ് തീർക്കും. വാ അമ്മേ. അവളുടെ ഒരു കമ്മ. എന്താ പൊടി. ആഹാ, അച്ഛൻ പത്രം വായിക്കാണോ? ആ മോളോ, ഇരി അവിടെ ഇരിക്കും. അച്ഛനമ്മയും ഭക്ഷണം കഴിച്ചായിരുന്നോ? അത് രാവിലെ തന്നെ കഴിച്ചു. ഈ ബിസിനസ് കാര്യങ്ങളുടെ തിരക്കിനിടയ്ക്കും രണ്ടുപേരും ഭക്ഷണക്രമങ്ങളൊന്നും മുടക്കാറില്ല അല്ലേ? ഓ ഇല്ല മോളെ, കൃത്യം 7 മണിക്ക് തന്നെ പ്രഭാത ഭക്ഷണം കഴിക്കും. ഉച്ചയ്ക്ക് ഊണ്, 4 മണിക്കൊരു ചായ, വൈകിട്ട് 7 മണിക്ക് അത്താഴവും കഴിക്കും. യു എയിൽ പോയാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ? അതെ അതെ. ഈ പ്രൊഫഷൻ കൊള്ളാം. ഒരു വർക്ക് ഏറ്റെടുത്താലേ അത് എത്ര നാൾ കൊണ്ട് ചെയ്തു തീർക്കും? ഞാൻ ചോദിച്ചത് അച്ഛനമ്മയ്ക്ക് മനസ്സിലായില്ലേ? അത് പിന്നെ മനസ്സിലായില്ല. അല്ല, ഇതൊരു കലയാണല്ലോ. തന്തയും തള്ളയായിട്ട് അഭിനയിക്കാം. അത് വളരെയേറെ ടാലന്റ് ഉള്ളവർക്കേ പറ്റൂ. ഇങ്ങനെയുള്ളൊരു വർക്ക് ഏറ്റെടുത്താ നിങ്ങൾക്ക് തീർക്കാൻ എത്ര നാള് പിടിക്കുമെന്നാ ഞാൻ ചോദിച്ചത്. അഭിനേതാക്കൾക്ക് കാശ് കൊടുക്കാതെ സംഘാടകൻ ഇവിടെ റൂമിൽ ഇരിക്കുകയാണോ? ഓ, മനസ്സിലായില്ല അല്ലേ? നിങ്ങൾ സംഘടിപ്പിച്ച എന്റെയും ദുർഗാമ്മയുടെയും മുമ്പിൽ അവതരിപ്പിച്ച ആ നാടകത്തിന്റെ തിരശീല അല്പം മുമ്പേ വീണു. അഭിനയിച്ച കാശ് കൊടുക്കാതെ ഇങ്ങനെ നിന്നാലോ? അതോ ഈ കലാപരിപാടിയിൽ പങ്കില്ലേ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നതേ നിങ്ങൾ മുമ്പ് പറഞ്ഞു വെച്ചതിന്റെ ബാക്കി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ഉറങ്ങുന്നവരെ നമുക്ക് എങ്ങനെയും വിളിച്ചുണർത്താം. ഉറക്കം നടിച്ചു കിടക്കുന്നവർ അങ്ങനെ ഉണരില്ലല്ലോ. ഒന്നും അറിയാൻ പാടില്ല എന്ന് നടിക്കുന്നുണ്ട്. ഞാൻ തന്നെ എല്ലാം അങ്ങോട്ട് പറയാം. എന്റെ അച്ഛനും അമ്മയുമായി ഇവിടെ വന്നവർ 2 ഫ്രോഡുകളാന്ന് എനിക്ക് വ്യക്തമായി.
അതിന് അമ്പരപ്പൊന്നും വേണ്ട. വേറെ വഴിയൊന്നും ഇല്ലാതായപ്പോ അവരെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. ഞാൻ അവരെ വിട്ടിട്ടില്ല, വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല. അവരെന്ത് ലക്ഷ്യം വെച്ച ഇവിടെ വന്നത്, അവരെ ആരാ ഇവിടേക്ക് വരുത്തിയെന്നൊക്കെ എനിക്കറിയണം. കാരണം അവര് കബളിപ്പിച്ചത് എന്നെയല്ലേ. അവിടെ എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടായി കാണും. നീ ഫോൺ അറ്റൻഡ് ചെയ്യ്. ഹലോ, എവിടെയാ ദുർഗാന്റി? ഞങ്ങള് കാറില്. മാമൂസ് ഉണ്ടോ കൂടെ? ആ, മാമൂസും ഉണ്ട്. അതെ, വേഗം വരാൻ പറ. ദുർഗാന്റി ഒന്ന് വേഗം വാ. ഇവിടെ ആ വാടക ഫാദറിനെയും മദറിനെയും ആ തുളസി മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കാ. എന്തിന്? എന്തിനാണോ എന്റെ ദുർഗേച്ചി, ഇവിടെ പൂരത്തിന് കൊടിയേറിയിരിക്കാം. ഒന്ന് വേഗം വാ ദുർഗേച്ചി. അതെ, കാറൊന്ന് വേഗം വിട്ടെ. ദുർഗെ, നമ്മളോട് വേഗം അങ്ങോട്ട് ചെല്ലാൻ. കാറൊന്ന് വേഗം വിട്. പെട്ടെന്ന് ഇപ്പുറത്തെ കൂടി കട്ട് ചെയ്തങ്ങ് കേറ്. ഓ, ട്രാഫിക്കിലൊന്നും പോണ്ട. ഇങ്ങനെ മിണ്ടാൻ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ന്യായോ എന്റെ സംശയം, അതിനുത്തരം തന്നേ പറ്റൂ. എന്തിനാ അവരെ പറഞ്ഞു വിട്ടേ? എന്താ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയാത്തെ? ഉത്തരവാദിത്തപ്പെട്ടൊരു പോലീസ് ഓഫീസർ കൂടിയാണ് അങ്ങ്. 2 കുറ്റവാളികളെയാ ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് തന്നത്. എന്നിട്ടും എന്തിനാ അവരെ വെറുതെ വിട്ടേ? ഇങ്ങനെ മറുപടി പറയാൻ നിൽക്കുന്നത് എന്നോടുള്ള അവഗണനയാ. മനഃപൂർവ്വം മറുപടി പറയണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്നെ മോളെ എന്നൊന്നും വിളിക്കണ്ട. ഞാൻ നിങ്ങളുടെ ആരുടെയും മോളല്ല. നിങ്ങൾ ആരുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. നിന്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് എന്നെ കബളിപ്പിച്ചവരെ ആരാ നിയോഗിച്ചേ? എന്തിനു വേണ്ടി? എന്തായാലും ദുർഗാമ്മയോ കൂട്ടരോ ഇക്കാര്യം ചെയ്യില്ല. ആദ്യം വിട്ടേക്ക്. പിന്നെ ഇക്കാര്യത്തിൽ ഞാൻ സംശയിക്കുന്നത് സാറിനെയോ? സാറാണ് അവരെ കൊണ്ടുവന്നത്, അതിലൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ ഒരു ACPയുടെ വീട്ടിൽ കയറി ഇത്ര ധൈര്യത്തോടെ അവര് വിളയാടില്ല. ദയവ് ചെയ്ത് എന്നെ സാറിന് വിളിക്കരുത്. വിളിച്ചു ശീലിച്ചത് മാമനെന്നാ. ഇനി ഞാൻ എന്തിനങ്ങനെ വിളിക്കണം? നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ആ അപമാനത്തിൽ നിന്നും അതിന്റെ സങ്കടങ്ങളിൽ നിന്നും ഞാൻ അങ്ങോട്ട് കരകയറും മുമ്പ് അടുത്ത ഷോക്ക്. എന്റെ അച്ഛനും അമ്മയാണെന്ന് അഭിനയിക്കാൻ 2 പേരെ കൊണ്ടുവന്നിരിക്കുന്നു. ഒരു ഷോക്കിന്റെ കണ്ണീരുണങ്ങുന്നതിന് മുമ്പ് അടുത്ത ഷോക്ക്. എന്തിനാ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? പറ, ഞാൻ ആരുടെ മോളാ? പറ, ആരെങ്കിലും തുറന്ന് പറ. പറയാൻ. ദുർഗാമ്മയും കൂട്ടരും കൂടി എന്നെ അടിച്ചു പുറത്താക്കാൻ നോക്കുന്നു. അങ്ങ് എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ ആവത് ശ്രമിക്കുന്നു. എന്താ അതിന്റെയൊക്കെ കാര്യം? എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. എന്നെ തെരുവിൽ നിന്ന് എടുത്തു വളർത്തിയതാണെങ്കിൽ ആ സത്യം എന്നോട് തുറന്നു പറഞ്ഞൂടെ? പേര് പറയാനോ ചൂണ്ടിക്കാണിക്കാനോ ഒരു അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ വേണ്ട.
അത് എന്റെ വിധിയാണെന്ന് കരുതി ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ദേവമംഗലത്തുകാർക്ക് തട്ടിക്കളിക്കാനുള്ള കളപ്പാട്ടാണോ ഞാൻ? എനിക്കൊരു ഹൃദയമുണ്ട്. സാധാരണ മനുഷ്യർക്കുള്ള എല്ലാ വികാരങ്ങളും വിചാരങ്ങളും എനിക്കുണ്ട്. ഞാൻ എന്താ പറയേണ്ടത്? നിന്നെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ട് ഇവിടെ. അത് നീ മനസ്സിലാക്കണം. നിന്റെ സങ്കടങ്ങളിൽ നിന്നെക്കാളേറെ ചങ്കടറുന്നത് അവരുടെ. അത് നീ അറിയണം. നിങ്ങൾക്ക് ആരും അല്ലാത്ത എന്റെ സങ്കടങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ചങ്കിടർന്ന എന്തിനാ? അതാ എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ ആരാ? എവിടുന്ന് എന്നെ കൊണ്ടുവന്നേ? എന്റെ കണ്ണീര് കണ്ട് ചിരിക്കാൻ ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്ത്? എന്നെ മോളെ എന്നൊന്നും വിളിക്കണ്ട. ഞാൻ നിങ്ങളുടെ ആരുടെയും മോളല്ല. നിങ്ങൾ ആരുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. എന്റെ കണ്ണീര് കണ്ട് ചിരിക്കാൻ ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്ത്? മോളെ എന്ന് ഉറക്കെ വിളിക്കാനും വാരി പിടിച്ച് നെറുകയിൽ ഉമ്മ വയ്ക്കാൻ ഈ അച്ഛന്റെ ഹൃദയം വിങ്ങുക. പക്ഷേ തുളസി, അത് ഏത് വിഡ്ഢിക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ? 2 ക്രിമിനലുകൾ വന്ന് എസിപിയുടെ വീട്ടിൽ താമസിക്കുക. അവരെ അറസ്റ്റ് ചെയ്താ അത് അച്ഛൻ തന്നെ നാണക്കേടല്ലേ? സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാ നിന്റെ അച്ഛൻ ACP കൃഷ്ണപ്രസാദ്. എന്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ് വ്യാജേന വന്ന ആൾക്കാര് പക്ക ക്രിമിനൽ ആണെങ്കിൽ അദ്ദേഹം അവരെ വെറുതെ വിടില്ല. അപ്പൊ ഇതിന് പിന്നിൽ ആരൊക്കെയോ ഒത്തുകളിച്ചിട്ടുണ്ട്. ആരെന്ത് ഒത്തുകളിച്ചാലും നിനക്കൊരു ചുക്കൂല്ല. നീയേ ഈ ആദിത്യന്റെ ഭാര്യ. എനിക്ക് നിന്റെ അച്ഛനും അമ്മയൊന്നും കാണണമെന്നൊന്നുമില്ല. ഞാൻ സ്നേഹിച്ചത് നിന്നെയാ. എന്റെ തുളസിയെ. തുളസി, എനിക്ക് നീ മാത്രം മതി. നീ മാത്രം. എടോ, ഒരു അച്ഛനും അമ്മയ്ക്കും ജനിച്ചത് തന്നെയാ തുളസിയും. ആ അച്ഛനും അമ്മയും പ്രത്യക്ഷത്തിൽ ഇല്ല എന്ന് വെച്ചും അതൊരു കുറവാണോ? പ്രസാദേട്ടാ, ദുർഗ, അന്യരെ വിധിക്കുന്നവൻ അജ്ഞനാണ്. താൻ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടെത്താൻ ശ്രമിക്കുമ്പോ താൻ തന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി ചിന്തിച്ചിട്ടുണ്ടോ? തന്നിലെ തന്നെ താൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എനിക്ക് എന്നെ കുറിച്ച് പൂർണ്ണ വിശ്വാസമുണ്ട്. ആഹാ, അതാണ് തന്റെ കുഴപ്പം. അഹംഭാവം. അഹംഭാവം അമിതമാവുമ്പോ അതൊരു രോഗമായിട്ടങ്ങ് മാറും. ഇന്ന് ഞാൻ അവളെ ഇവിടുന്ന് അടിച്ചിറക്കും. ഇന്നെന്നല്ല, ഈ ജന്മത്തിൽ ഒരിക്കലും തനിക്ക് അവളെ ഇവിടുന്ന് അടിച്ചിറക്കാൻ പറ്റില്ല.
തുളസി, നീ ഇങ്ങനെ വിഷമിക്കാതെ. ഇത്തരം സംഭവങ്ങളൊന്നും ഈ ഇടയിട്ട് നിന്റെ ജീവിതത്തിൽ പുത്തരിയൊന്നും അല്ലല്ലോ. ഹേയ്, എനിക്ക് വിഷമമൊന്നും ഇല്ല എന്തു. കരഞ്ഞു കരഞ്ഞ് കണ്ണുകൾ വറ്റി, സഹിച്ച് സഹിച്ച് മനസ്സും മരവിച്ചു. ഇനി എന്തൊക്കെ സഹിക്കണമെന്ന ആകാംക്ഷ മാത്രമേ ഉള്ളൂ. ആ അച്ഛനമ്മമാരെ കുറിച്ച് വേറെ വല്ല വിവരങ്ങളും അറിഞ്ഞോ? എന്തറിയാൻ? അവരാരാണെന്ന് കണ്ടെത്തിയത് നമ്മൾ രണ്ടുപേരും കൂടെയല്ലേ. അതിലപ്പുറം ഇനി എന്തന്വേഷിക്കാനാ? അവരഭിനയിക്കാൻ അറിയുന്ന 2 തട്ടിപ്പുകാര് മാത്രം, ജീവിക്കാൻ വേണ്ടി വേഷം കിട്ടുന്നവര്. അവരെ ദേവമംഗലത്തേക്ക് കൊണ്ടുവന്നത് ആരാണെന്ന് വ്യക്തമായ സൂചന വല്ലതും കിട്ടിയോ? അതിന്റെയൊക്കെ പിന്നിൽ മാമൻ തന്നെയാണെന്നാ എന്റെ ഉറച്ച വിശ്വാസം. പ്രസാദ് സാർ നിന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ആളല്ലേ. അദ്ദേഹം നിനക്ക് ഉപദ്രവകരമായ ഒരു കാര്യവും ചെയ്യില്ലല്ലോ. അതാ എന്തോ എനിക്ക് മനസ്സിലാവാത്ത. എന്നും എനിക്ക് തണലായി നിൽക്കുന്ന ആളാ പ്രസാദ് മാമൻ. അദ്ദേഹമാണ് അത് ചെയ്തെങ്കിൽ എന്തിനാ അത് ചെയ്തേ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് തുളസി. നിന്നെ ദുർഗാമ്മയും കൂട്ടരും തല്ലിക്കൊല്ലാനും ഓടിക്കാനും ശ്രമിക്കുന്നു. മറ്റു ചിലര് സ്നേഹിക്കാനും നിലനിർത്താനും ശ്രമിക്കുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ആ വാടകക്കാരായ അച്ഛനെയും അമ്മയും കൊണ്ടുവന്നതിന് പിന്നിൽ എന്തൊക്കെയോ കഥകളുണ്ട്. ഏതായാലും മാമനത് തുറന്നു പറയില്ല. പക്ഷെ എനിക്കത് അറിഞ്ഞേ പറ്റൂ. അതിന് ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. എന്ത് വഴി? അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. സംസാരിക്കുന്നത് ആ മനുഷ്യൻ ഹൃദയമൊരുകി മരിക്കുന്ന അവസ്ഥയിലായിപ്പോ. മകളെ ഉപേക്ഷിക്കാനൊക്കോ? ഭാര്യയെ മറക്കാൻ പറ്റുമോ? സത്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോ ഭാര്യയോ മകളോ ആരാണ് ഇല്ലാതാവുക? പ്രസയുടെ മനസ്സറിയാതെയാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ ചേട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ എനിക്ക് എന്റെ ഏട്ടനോട് ദേഷ്യം തോന്നിയത് മറ്റൊന്നും കൊണ്ടല്ല. യാതൊരു പിടിപ്പും ഇല്ലാത്ത 2 പേരെ അച്ഛനും അമ്മയായിട്ട് കൊണ്ടുവന്നതിന് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്റെ ഏട്ടന്? നിനക്കിപ്പോ കുറ്റം പറയാൻ പറ്റും നിന്റെ ഏട്ടനെ. ആ സമയത്ത് നിലനിൽക്കാൻ തോന്നിയ ബുദ്ധി അതായിരുന്നു. അതിങ്ങനെ പാളിപ്പോന്ന് കരുതിയതാണോ? ടെൻഷൻ സഹിച്ചേ നിങ്ങളുടെ 2 പേരുടെയും ബുദ്ധി ഒരുപോലെ അങ്ങ് മരവിച്ചു പോയോ? എന്റെ ജേട്ട വാടകയ്ക്ക് എടുത്തവരെന്നും വാടകക്കാര് തന്നെയല്ലേ? അതൊരിക്കലും അവളുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആവില്ലല്ലോ. എന്നെങ്കിലും അവൾ അവരെ തിരിച്ചറിയുമ്പോ കബളിപ്പിച്ചവരോടും അതിന് പ്രേരിപ്പിച്ചവരോടും അവൾക്ക് എന്താ തോന്നുക? യഥാർത്ഥത്തിൽ ഏട്ടൻ ഇപ്പൊ തുളസിമോളുടെ ശത്രുവല്ലേ? നീ പറയുന്നൊക്കെ സത്യമാ പ്രിയേ. പക്ഷെ നമ്മളൊക്കെ നിസ്സഹായരാ. സ്വന്തം മകനേക്കാൾ സ്നേഹിച്ച് വളർത്തിയതാ തുളസിമോളെ നമ്മൾ. സത്യം പണ്ടേ തുറന്നു പറഞ്ഞില്ല. അത് DNA ടെസ്റ്റ് വരെ കൊണ്ടെത്തിച്ചതിൽ അവൾക്ക് നമ്മൾ ശത്രുക്കളായി. ഇപ്പതേ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനമ്മമാരെ കൊണ്ടുവന്നതിന്റെ പേരിൽ സ്വന്തം അച്ഛൻ ശത്രു. ജനിപ്പിച്ച അമ്മയ്ക്ക് ആ കുട്ടിയോട് പണ്ടേ പക. തുളസിമോളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ അവൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ട് ചേട്ടാ. അത് നിങ്ങൾ ആരും കാണാത്തത് എന്താ? അത് കാണുന്നില്ലെന്ന് ആര് പറഞ്ഞു പ്രിയേ? ഞാൻ എല്ലാ യാഥാർത്ഥ്യങ്ങളും ഒന്ന് ഓർത്തു പോയതാ. അവൾ എങ്ങോട്ടാണോ പോയിരിക്കുന്നത്? അവളിനി എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്കൊന്നും അറിയില്ല. അവള് നമ്മളെ എല്ലാരെയും വെറുത്തു കഴിഞ്ഞു. ചേട്ടാ, സത്യം അറിയുന്നതുവരെ അവൾ ആ വെറുപ്പ് തുടരും. അതുവരെ നമ്മളൊക്കെ അവളുടെ ശത്രുക്കളാ. സംഭവബഹുലമാണല്ലോ തുളസിയുടെ ജീവിതകഥ. മാം എന്നെ രക്ഷിക്കണം. ഞാൻ ആരാണെന്ന് എനിക്കറിയണം. എന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് ആരും പറയുന്നില്ല. അത് ഞാൻ മാമൻ എന്ന് വിളിച്ചിരുന്ന ACP കൃഷ്ണപ്രസാദ് സാറിന് അറിയാം. പക്ഷേ അദ്ദേഹം അത് പറയാൻ തയ്യാറാവുന്നില്ല. പ്രസാദ് ഇസ് എ റിയലി ഓണസ്റ്റ് ആൻഡ് ഗുഡ് ഓഫീസർ. ഒരു കറപ്ഷനും ഇല്ലാത്ത പോലീസ് ഓഫീസർ. അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറച്ചുവെക്കുന്ന ആളല്ല. എന്തായാലും ഞാൻ അന്വേഷിക്കാം.
തുളസി ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. താങ്ക് യു മാം. ഞാൻ എന്താണ് അവളോട് പറയേണ്ടത്? എന്താ പറയേണ്ടതെന്ന്? മാം അവളുടെ ചോദ്യങ്ങൾക്ക് ഇപ്പോ ഉത്തരം കൊടുക്കണ്ട. പിന്നെ ഈ കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണം അത് മാം ഏറ്റെടുക്കുകയും ചെയ്തതെന്നൊരു മാം, ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ പറയാം. ഓക്കെ, താങ്ക് യു മാം. ശരി. പിന്നെ ആരുടെ മകളാണവൾ? അവളെ എവിടെ നിന്ന് എടുത്ത് വളർത്തി? ഇതൊന്നും നിങ്ങൾ തുറന്നു പറയുന്നില്ല. കുന്നുണ്ടായാൽ അടുത്ത് തന്നെ ഒരു കുഴിയും ഉണ്ടാവും. ഏതൊരു സന്തോഷത്തിനും അടുത്ത് തന്നെ ഒരു ദുഃഖവും ഉണ്ടാവും. കണ്ണീരും പുഞ്ചിരിയും. ഇതൊരു ബാലൻസിങ്ങാ. എല്ലാവരുടെ ജീവിതവും ഇങ്ങനൊക്കെ തന്നെയാ. ജയേട്ടനെ ഇപ്പൊ പറഞ്ഞത് തെറ്റാ. കണ്ണീരിനൊരു പുഞ്ചിരി ഉണ്ടാകൂന്ന്. എന്നിട്ടെന്താ നമ്മുടെ ജീവിതത്തിൽ മാത്രം അതൊന്നും ഇല്ലാത്തത്? നല്ലത് മാത്രം ചെയ്യുന്നവർക്ക് ദുഃഖങ്ങളെ ഉണ്ടാവൂ. ഞാൻ അത് തന്നെയാ പ്രിയെ പറഞ്ഞു വരുന്നത്. നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുന്നു, അതിന്റെ ശിക്ഷയായിരിക്കാം ഇത്. കരയുന്നു. ജയേട്ടാ, ഇത് എന്തോന്ന് പോലീസുകാരന്? പ്രതികളുടെ മുമ്പില് നിലവിളിച്ചാണോ കുറ്റം തെളിയിക്കുന്നത്? കഴിച്ചിട്ടുണ്ടോ? തൊട്ടിട്ടില്ല. ചേടാ, ഒരു തൊട്ടാവാടി പോലീസ്. അമ്മേ, ഇതിനെങ്ങനെ സഹിക്കുന്നു? എടാ കൂടെ അവിടുന്ന്. ദേ, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ദേ എന്റെ സ്വഭാവം മാറും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. ഒന്നു മകനെ ഒന്ന് സ്നേഹിക്കാനോ വാത്സല്യത്തോടെ അവനെ ഒന്ന് ഉമ്മ വയ്ക്കാനോ പറ്റാത്തൊരു അച്ഛനായിപ്പോയി ഞാൻ. അതോർത്തപ്പോ ഒന്ന് വിധിപ്പിയതാ. അച്ഛാ, ആ സാഹചര്യമൊക്കെ എനിക്ക് മനസ്സിലാവില്ല അച്ഛാ. അച്ഛാ, വെറുതെ വിഷമിക്കരുത്. പോട്ടെ. ഞാനേ വളരെ ഭാഗ്യവാനാ. 2 ആദർശ പുരുഷന്മാരുണ്ട് എന്റെ ജീവിതത്തില്. ഒന്ന് എന്റെ അച്ഛൻ ജയശീലൻ, 2 എന്റെ വളർത്തച്ഛൻ കൃഷ്ണപ്രസാദ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.